ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ 6th സെഞ്ചുറി അല്ലെങ്കിൽ 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എന്തെല്ലോ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്ത്യയിൽ 6ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത്? ശരിക്കും ഇന്ത്യയിൽ വന്ന ഏറ്റവും വലിയ മാറ്റമായി നമ്മൾ കണക്കാക്കുന്നത് 6ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 6th സെഞ്ചുറി ഇന്ത്യയിൽ ഒരുപാട് പുതിയ ആശയങ്ങൾ, ഐഡിയാസ് വളർന്നു വന്നു എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ പുതിയ ആശയങ്ങൾ? അതിലൊന്നിൻ്റെ പേര് ബുദ്ധിസം, മറ്റൊന്നിൻ്റെ പേര് ജൈനിസം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബുദ്ധിസവും ജൈനിസവും? അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാണ്. അതറിയാതെ ഈ ചാപ്റ്റർ പഠിക്കരുത്. ഇത് ചാപ്റ്റർ നിങ്ങളുടെ ഹിസ്റ്ററിയിലെ 2nd ചാപ്റ്റർ. സോ നമ്മൾ ആദ്യം പറയുന്നത് ജൈനിസത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ജൈന മതത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ജൈന മതത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? പല ആൾക്കാരും എപ്പോഴും ആദ്യം പോയി തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ജൈന മതം ആര് സ്ഥാപിച്ചു, അല്ലെങ്കിൽ ദ ഫൗണ്ടർ ഓഫ് ജൈനിസം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പോയി ആരെ പറയും? വർദ്ധമാന മഹാവീരൻ എന്ന് പറയും. ഒരിക്കലും വർദ്ധമാന മഹാവീരൻ എന്ന് പറഞ്ഞ ആളല്ല ജൈന മതം ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെ ഫൗണ്ടർ ഓഫ് ജൈനിസം എന്ന് പറയുന്നത് ആരല്ല? മഹാവീരൻ അല്ല. ഓക്കെ, വർദ്ധമാന മഹാവീരൻ ഇതിൻ്റെ 24ാമത്തെ തീർത്ഥങ്കരനാണ്. എന്ന് വെച്ചാൽ 24 ആളുകളിലൂടെയാണ് ജൈനമതം എന്ന് പറയുന്ന മതം, റിലീജിയൻ ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ്. അതിൽ 24 ആൾക്കാരുണ്ട്. അതിൽ 24ാമത്തെ ആളാണ് ആര്? ഈ വർദ്ധമാന മഹാവീരൻ. അദ്ദേഹത്തിലൂടെയാണ് ഈ മതം കംപ്ലീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ആശയം കംപ്ലീറ്റ് ആവുന്നത്. കൂടുതൽ എന്താണ്, ബാക്കിയുള്ള ആളുകളിലേക്ക് ജൈനിസം എന്ന് പറയുന്ന ആശയം ബാക്കിയുള്ള ആളുകളിലേക്ക് പ്രചരിക്കപ്പെടുന്നതൊക്കെ കൂടുതലും ഈ 24ാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള, തീർത്ഥങ്കര എന്ന് വെച്ചാൽ സന്യാസി എന്നൊക്കെ അർത്ഥം വരും. തീർത്ഥങ്കരനായിട്ടുള്ള ആരിലൂടെയാണ്? വർദ്ധമാന മഹാവീരനിലൂടെയാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ആളിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ നിങ്ങൾ, അല്ലെ? ഋഷഭദേവ എന്ന് പറയുന്ന ആളാണ് ഒന്നാമത്തെ അതിന്റെ പ്രചാരകനായിട്ടുള്ള സന്യാസിയായിരുന്നത്. ആരാണത്? ഋഷഭദേവനാണ്. പിന്നെ 2, 3, 4 അങ്ങനെ ആൾക്കാരെ കുറിച്ചൊന്നും ആർക്കും അറിവില്ല. ഒന്നാമത്തെ ആളെ കഴിഞ്ഞാൽ പിന്നെ അറിയുന്നത് 23ാമത്തെ തീർത്ഥങ്കരന്റെ പേരാ. പാർശ്വനാഥ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 24ാമത്തെ ആളുടെ പേര് നമ്മൾ പഠിച്ച വർദ്ധമാന മഹാവീരൻ. ഇങ്ങനെ 24 ആളുകളിലൂടെ വന്നിട്ടുള്ള ഒരു ഐഡിയയാണ്, ഒരു ഐഡിയോളജിയാണ്, ഒരു ആശയമാണ് ജൈനിസം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ജൈന മതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ 24ാമത്തെ തീർത്ഥങ്കരയാണ് ആര്? അല്ലെ, പ്രവാചകൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ 24ാമത്തെ ആളാണ് ആര്? വർദ്ധമാന മഹാവീരൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയം വളർന്നിട്ടുള്ളത് എന്ന് പറയുന്നു. ഓക്കെ, വർദ്ധമാന മഹാവീരനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ: അദ്ദേഹം ജനിച്ചത് വൈശാലി എന്ന് പറയുന്ന സ്ഥലത്താണ്, മറക്കാൻ പാടില്ല. അദ്ദേഹത്തെ ഓൾറെഡി അറിയപ്പെട്ട പേര് മഹാവീരൻ എന്നും ജിനൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, അദ്ദേഹം ഇത്തരം പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ മരിച്ചാൽ മരിച്ചു പോയി എന്നാണ് പറയുക, പക്ഷെ അവർ മരിച്ചാൽ നിർവാണം പ്രാപിച്ചു, നിർവാണ എന്നാണ് പറയുക. അറ്റൈൻഡ് നിർവാണ അറ്റ് പാവ. പാവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്, പാവ എന്ന് വെച്ചാൽ ഇന്നത്തെ പാറ്റ്നയ്ക്ക് സമീപമാണ് പാവ, പാവയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം. ജൈന മതത്തിന്റെ ആശയങ്ങൾ ഒന്ന്: ഇൻ ദിസ് വേൾഡ് എവ്രിതിങ് ഹാസ് ലൈഫ്. ഈ ഭൂമിയിൽ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഡു നോട്ട് ഹാം എനി ലിവിങ് തിങ്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല. മൂന്നാമത്തത്: ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ. ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് നന്മ കിട്ടും. നിങ്ങൾ ഒരാൾക്ക് മോശം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ജന്മവും പുനർജന്മവും ഒക്കെ നിങ്ങളെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. 1-2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ ആശയങ്ങൾ പഠിച്ചു വെക്കണം. ജൈന മതത്തിലെ ത്രിരത്ന എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ത്രിരത്നാസ് എന്തൊക്കെയാണത്? റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം; റൈറ്റ് നോളജ്, ശരിയായ അറിവ്; റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തി. ഈ 3 കാര്യങ്ങളെയാണ് ജൈന മതത്തിലെ ത്രിരത്നാസ് അഥവാ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്. ആൻഡ് നമ്മൾ ബുദ്ധിസത്തെക്കുറിച്ച് അഥവാ ബുദ്ധമതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ബുദ്ധമതം സ്ഥാപിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, അത് ശ്രീ ബുദ്ധനാണ്, ഗൗതമ ബുദ്ധ. യഥാർത്ഥ പേര് സിദ്ധാർത്ഥ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? ബുദ്ധിസം അഥവാ ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഗൗതമ ബുദ്ധനാണ്, അല്ലെ? ബുദ്ധ സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് സാക്രിഫൈസ്
attracted those who were engaged in agricultural activities അല്ലേ യാഗങ്ങൾക്കെതിരായ അദ്ദേഹം കൃഷിക്ക് അതായത് എന്ന് വെച്ചാൽ മൃഗങ്ങളെ അല്ലേ യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നതിന് അദ്ദേഹം എതിർത്തു കൃഷിയെയും കച്ചവടത്തെയും ഒരുപാട് എന്ത് ചെയ്തിട്ടുള്ളതാണ് പ്രോത്സാഹിപ്പിച്ച ട്രേഡിനെയൊക്കെ കൂടുതൽ അല്ലേ പ്രൊമോട്ട് ചെയ്ത ഒരാൾ കൂടിയാണ് ബുദ്ധൻ എന്ന് പറയുന്നത് ബുദ്ധൻ ഒരു കാര്യം പറയുന്നത് ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നത് പാലി ലാംഗ്വേജ് അഥവാ പാലി ഭാഷ അന്നത്തെ സാധാരണക്കാർ സംസാരിച്ചിരുന്ന ഭാഷയാണ് അതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് തൻ്റെ ആശയങ്ങൾ ജനങ്ങളോട് പ്രചരിപ്പിച്ചത് സോ ബുദ്ധൻ ജനിച്ച സ്ഥലം അല്ലെ ബുദ്ധന്റെ ശരിക്കുള്ള പേരെന്താണ് സിദ്ധാർത്ഥൻ എന്നാണ് അല്ലെ ജനിച്ചത് എവിടെയാണ് ലുംഫിനി നേപ്പാളിലെ കപിലവസ്തുവിലെ ലുംഫിനിയിലാണ് ആര് ജനിച്ചത് ശ്രീബുദ്ധൻ അല്ലെ യഥാർത്ഥ പേര് അല്ലെ ഗൗതമ ബുദ്ധൻ ശ്രീബുദ്ധൻ എന്നൊക്കെ വിളിക്കും യഥാർത്ഥ പേര് സിദ്ധാർത്ഥ and attained enlightenment at Bodh Gaya in Bihar അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് അല്ലെ ഒരു നമ്മൾ പറയില്ല എന്താ പറയുക ഒരു ബോധോദയം ഉണ്ടായി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവൊക്കെ ലഭിച്ചത് ഒരു ബോധോദയം ഉണ്ടായത് എവിടെ വെച്ചാന്നാ പറയുന്നത് ബോധ് ഗയ ബീഹാറിലെ അല്ലെ ബുദ്ധഗയ അല്ലെങ്കിൽ ബോധ് ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് delivered his first sermon at സാരാനാഥ് ജനങ്ങളോട് തൻ്റെ ആദ്യത്തെ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് എവിടെ വെച്ചാണ് അത് സാരാനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അറ്റൈൻഡ് നിർവാണ അറ്റ് കുശിനഗര അദ്ദേഹം മരണപ്പെട്ടത് നിർവാണം പ്രാപിച്ചത് എവിടെ വെച്ചാ കുശിനഗര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ബുദ്ധ മതത്തിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട ഈ ആശയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബുദ്ധാസ് പ്രിൻസിപ്പിൾ ബുദ്ധൻ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ് നോക്കി നിങ്ങൾ ബുദ്ധൻ പറയുന്നു ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോസ് അല്ലേ ജീവിതം ഫുള്ള് ദുഃഖമയമാണ് ജീവിതത്തിൽ ഫുള്ള് ദുഃഖമാണല്ലേ ഡിസയർ ഈസ് ദ കോസ് ഓഫ് സോറോ ആശയാണ് ആഗ്രഹങ്ങളാണ് ഡിസയേഴ്സ് ആണ് സങ്കടത്തിന് കാരണം ഓക്കെ നമ്മൾക്കൊക്കെ സങ്കടമാണ് സങ്കടത്തിന് കാരണം എന്താ ആഗ്രഹമാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വലിയ കാറ് വാങ്ങിക്കണം എനിക്ക് ബൈക്ക് വാങ്ങിക്കണം ഇന്ന സ്ഥലത്ത് ട്രിപ്പ് പോകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് നടന്നിട്ടില്ല നമുക്ക് സങ്കടം ഉണ്ടാവും അല്ലേ ഇഫ് ഡിസയർ ഈസ് ഡെസ്ട്രോയിഡ് നിങ്ങളെ ആശയമല്ല ആഗ്രഹങ്ങൾ ആശ അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സോറോ വിൽ ഡിസപ്പിയർ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും ദുഃഖമില്ലാത്ത അവസ്ഥ വരും ആൻഡ് ടു അച്ചീവ് ദസ് അത് നേടിയെടുക്കാൻ സങ്കടമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 8-fold പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗമാർഗ ഷുഡ് ബി ഫോളോഡ് നിങ്ങൾ എന്ത് ഫോളോ ചെയ്താൽ മതി അഷ്ടാംഗമാർഗം ഫോളോ ചെയ്താൽ മതി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബുദ്ധിസം ജൈനിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് വെച്ചാൽ പോരാ ഇത് ഏറ്റവും നിർബന്ധമായും ഈ കാര്യങ്ങളെങ്കിലും നമ്മൾ ബുദ്ധിസത്തെക്കുറിച്ചും ജൈനിസത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം വീണ്ടും ഇത്തരം വീഡിയോസായിട്ട് നമുക്ക് കാണാം ബൈ